രാഷ്ട്രവിരുദ്ധ നിലപാട് തുടർന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ കശ്മീർ പാകിസ്ഥാന് വിട്ടു നൽകണമെന്ന് വാദിക്കുന്ന അമേരിക്കൻ രാഷ്ട്രീയ നേതാവ് ഇൽഹാൻ ഒമറുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളുമായി രാഹുൽ ഒന്നിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിദേശ വേദികളിലടക്കം ഭാരതത്തെ ഇകഴ്ത്തി സംസാരിക്കുന്ന രാഹുൽ, അതോടൊപ്പം തന്നെ ഭാരത വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന അമേരിക്കൻ രാഷ്ട്രീയ നേതാവായ ഇൽഹാൻ ഒമറുമായും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. വിവരങ്ങൾ. രോഹിണി, വിദേശ വേദികളിൽ ഭാരതത്തെ അപമാനിക്കുന്ന പ്രസ്താവനകൾക്ക് പിറകെയാണ് ഇപ്പോൾ വിഘടനവാദം ഉയർത്തുന്ന, അല്ലെങ്കിൽ നിരന്തരം ഭാരതത്തിനെതിരെ സംസാരിക്കുന്ന വിഘടനവാദി നേതാവ് ഇൽഹാൻ ഒമറുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. അമേരിക്കയിൽ ഇത്തരം കൂടിക്കാഴ്ചകൾ നടത്തുകയും ഒപ്പം തുടർച്ചയായി സ്വന്തം രാജ്യത്തിനെതിരെയുള്ള പ്രതികരണങ്ങളുമാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ജമ്മു കാശ്മീരിനെ വിഘടിപ്പിക്കണമെന്ന വാദം നിരന്തരം ഉയർത്തുകയും ഭാരതത്തിലെ ഭരണ നേതൃത്വത്തിനപ്പുറത്തേക്ക് ഭാരതം എന്ന രാജ്യത്തിനെതിരെ എപ്പോഴും പ്രവർത്തനം നടത്തുകയും പ്രതികരണം നടത്തുകയും അല്ലെങ്കിൽ ചെയ്യുന്ന ഇൽഹാൻ ഒമറുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തി. അതിന് മുൻപാണ് രാജ്യം അല്ലെങ്കിൽ ഭാരതം എന്നുള്ളതൊരു ഒറ്റ രാജ്യമോ ഒരു ആശയമോ ഇല്ലാതെ വിവിധ മേഖലകളുടെ കൂടിച്ചേരലാണ് എന്ന വളരെ കൃത്യമായി വിഘടനവാദികളുടെ സ്വരം രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത്തരത്തിൽ ഒരു വിദേശ യാത്ര നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ വിദേശ യാത്രയിൽ മുഴുവൻ സമയവും ആ യാത്രയിൽ ഓരോ ചടങ്ങിലും സ്വന്തം രാജ്യത്തിനെ അപമാനിക്കുന്നതിനും സ്വന്തം രാജ്യത്തെ വിവിധ തരത്തിൽ ജാതിയുടെയും മതത്തിന്റെയും പ്രദേശത്തിന്റെയും തരത്തിൽ വിഭജിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം, രൂക്ഷമായ വിമർശനം വിവിധ കോണുകളിൽ ഇടപെടുകയാണ്. ദയവായി തുടരുക. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ EN നന്ദകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ EN നന്ദകുമാർ, രാഷ്ട്രവിരുദ്ധ നിലപാട് തുടർന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ വിദേശ പര്യടനം നടത്തുന്നത്. വിദേശ വേദികളിൽ ഭാരതത്തെ ഇകഴ്ത്തുന്നതോടൊപ്പം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അമേരിക്കൻ രാഷ്ട്രീയ നേതാവ് പ്രത്യേകിച്ച് ഭാരതത്തെ എല്ലായ്പ്പോഴും വിമർശിക്കുകയും വിഘടനവാദ സ്വരം ഉയർത്തുകയും ചെയ്യുന്ന ഇൽഹാൻ ഒമറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു? രാഹുൽ ഗാന്ധിയുടെ എല്ലാ സമയത്തും നിലപാടുകളും രാഷ്ട്രവിരുദ്ധം തന്നെയാണ്. അപ്പൊ പലപ്പോഴും നമുക്ക് വേണ്ടി തോന്നാം അദ്ദേഹത്തിന്റെ പാകത കുറഞ്ഞ, വിവരം കുറഞ്ഞ നിലപാടുകളാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അത് കേവലം വിവരം കുറഞ്ഞ നിലപാടുകൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ നിലപാടുകളെ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് സത്യത്തിൽ അദ്ദേഹമല്ല, അത് ചില പാശ്ചാത്യ ശക്തികളാണ്. ജോർജ് സോറിനെ പോലെയുള്ള വൻ പണച്ചാക്കുകളാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ വളരെ ദുരൂഹമാണ്. അദ്ദേഹം എവിടേക്കാണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് ആർക്കും അറിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ നിലപാടുകൾ വിവരക്കേടുകളുടെ പര്യായമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം പെരുമാറുന്നതെല്ലാം ചില ആളുകളുടെ ചട്ടുകമായിട്ടാണ്. ഈ ചട്ടുകം എപ്പോഴും രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ ഭാഗം തന്നെയാണ് ഇന്നിപ്പോ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ പ്രവൃത്തിയെല്ലാം പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള, അല്ലെങ്കിൽ ചൈനയ്ക്ക് അനുകൂലമായിട്ടുള്ള വികസനത്തിൽ ഇന്ത്യയിൽ വികസനമില്ല, ചൈനയിൽ വികസനമില്ലെന്നാണ് രാഹുൽ ഗാന്ധി, ചൈനയിലാണ് വികസനം എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യക്കെതിരായിട്ട്, ഭാരതീയർക്കെതിരായിട്ട്, ഭാരതീയരുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് രാഹുൽ ഗാന്ധി എല്ലാ കാലത്തും സ്വീകരിച്ചു വന്നിരിക്കുന്നത്. കാരണം സത്യത്തിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഭാരതീയമായിരിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് യാതൊരു ഭരിക്കാൻ ആ മനുഷ്യനെ സംബന്ധിച്ചില്ല. അദ്ദേഹത്തിന് നിശ്ചയമുള്ളത് അദ്ദേഹത്തിന് എഴുതി കൊടുക്കുന്ന പാശ്ചാത്യ ചിന്തകരായിരിക്കുന്ന ചില ഏജൻസ് അവർ തയ്യാറാക്കി കൊടുക്കുന്ന ചില കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതിന്റെ അപ്പുറത്ത് അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്കൊരു ചർച്ചയ്ക്ക് പോലും അർഹതയില്ലാത്ത രീതിയിലുള്ള നിലവാരം കുറഞ്ഞ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവായി എന്നുള്ളത് മാത്രമാണ് ഒരു വസ്തുത. ശ്രീ നന്ദകുമാർ, നമുക്കറിയാം വിദേശ വേദിയിൽ ഭാരതത്തെ കഴിഞ്ഞ ദിവസം ഇകഴ്ത്തിയാണ് സംസാരിച്ചത്. ഭാരതത്തിന്റെ ഉൽപാദന ക്ഷമത ചൈനയെക്കാളും കുറവാണ്, ചൈന ഇക്കാര്യത്തിൽ വിജയം കൈവരിച്ചതാണ് എന്നാണ് പറയുന്നത്. നമുക്ക് അദ്ദേഹത്തിലേക്ക് എത്താം. ടെലിഫോൺ കണക്ടിവിറ്റിയിൽ ചില സാങ്കേതിക തകരാറുകളുണ്ട്. ജിഷ്ണുവിലേക്ക് പോവുകയാണ്. ജിഷ്ണു, ഇൽഹാൻ ഒമർ എപ്പോഴും ഭാരത വിരുദ്ധ നിലപാട് മാത്രം സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുൻപുള്ള ഭാരതം കാനഡ തർക്കത്തിൽ പോലും അവർ അമേരിക്കയോട് ആവശ്യപ്പെട്ടത് കാനഡയ്ക്ക് അനുകൂലമായ നിലപാടെടുക്കണം എന്നുള്ളതായിരുന്നു. ഖലിസ്ഥാൻവാദികളുടെ നിജാറിന്റെ കൊലപാതകവുമായൊക്കെ ബന്ധപ്പെട്ടത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു നേതാവിനെയാണ് രാഹുൽ കാണുന്നതും സംസാരിക്കുന്നതും.
ുമായി ബന്ധപ്പെട്ടും ഭാരതത്തിൽ നടക്കുന്ന വിഘടനവാദ പ്രവർത്തനങ്ങളെ അനുകൂലിച്ചുകൊണ്ടും എപ്പോഴും സംസാരിക്കുകയും അതിനനുകൂലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന നേതാവുമായിട്ടാണ് ഇപ്പോൾ രാഹുൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ രാഹുലിന്റെ പ്രസ്താവനകൾക്ക് പിറകിൽ അതൊരു അറിവില്ലായ്മ കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ടും ഉൽപാദനക്ഷമതയുമായി ബന്ധപ്പെട്ടും എല്ലാം നടത്തിയ പ്രസ്താവനകൾ അതൊരു അറിവില്ലാത്തത് ജിഷ്ണു, ഞാനൊന്ന് ഇടപെടുകയാണ്, ദയവായി തുടരുക. ശ്രീ EN നന്ദകുമാറിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്രീ നന്ദകുമാർ, നേരത്തെ ടെലിഫോൺ ലൈൻ കട്ടായി പോയതുകൊണ്ടാണ് താങ്കളുടെ ചോദ്യം കേൾക്കാൻ സാധിക്കാതിരുന്നത്. എന്തായാലും ഇവിടെ രാഷ്ട്രവിരുദ്ധ നിലപാട് രാഹുൽ തുടരുകയാണ്. പക്ഷേ ഇപ്പോൾ രാഹുൽ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്, ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇത്തരത്തിൽ വിദേശ പര്യടനത്തിലുടനീളം ഭാരതത്തെ ഇകഴ്ത്തി സംസാരിക്കുന്നു എന്ന് മാത്രമല്ല, ഭാരത വിരുദ്ധ വിഘടനവാദ പ്രവൃത്തികൾ ഏർപ്പെടുന്ന അല്ലെങ്കിൽ അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നവരുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. ഇൽഹാൻ ഒമറിന്റെ നിലപാടുകളൊക്കെ വളരെ വ്യക്തമായി അറിയാവുന്നത് കൂടിയാണ്. എന്നിട്ടാണ് രാഹുൽ അവരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അല്ല, രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ എക്കാലത്തും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ തന്നെയാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മാത്രമാകുന്നതാണ്. അദ്ദേഹം ഒരു സമയത്തും ഇന്ത്യക്ക് അനുകൂലമായിട്ട് സംസാരിച്ചിട്ടില്ല. ഇന്ത്യയിലെ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാകുന്ന എല്ലാ സമയത്തും വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയിട്ട് അവരിൽ നിന്ന് അവരുടെ നിലപാടുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് രാഹുലിനെ സംബന്ധിച്ചുള്ളത്. അത് സാമ്പത്തിക രംഗത്തായാലും കൊള്ളാം, സാംസ്കാരിക രംഗത്തായാലും കൊള്ളാം, കാർഷിക രംഗത്തായാലും കൊള്ളാം, സമസ്തമായിട്ട് ഭാരത വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ കാലങ്ങളായിട്ട് അനുവർത്തിച്ചു വരുന്നൊരു സമീപനമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് ഒരു വിവരക്കേടായിട്ട് മാത്രം നമുക്ക് എടുക്കാൻ സാധ്യമല്ല. അദ്ദേഹം ബോധപൂർവമായിട്ടുള്ള വിവരക്കേടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വിവരക്കേടുകളെല്ലാം തന്നെ ഇന്ത്യ വിരുദ്ധം തന്നെയാണ് ചിരിക്കുന്നത്. ശ്രീ നന്ദകുമാർ, ഇവിടെ അപക്വമായ രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളാണോ അതോ ബോധപൂർവമുള്ള ചില നീക്കങ്ങളാണോ എന്നുള്ള സംശയങ്ങളും പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. താങ്കൾ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, എന്നെ സംബന്ധിച്ച് അക്കാര്യത്തിൽ സംശയമില്ല. കാരണം കോൺഗ്രസ് ഇന്ന് എടുക്കുന്ന നിലപാടുകള്, രാഹുൽ എടുക്കുന്ന നിലപാടുകള് ഇറ്റാലിയൻ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട്, ജോർജ് സോറിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. അത് കൃത്യമായുള്ള സാമ്പത്തിക അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് കേവലം വിവരക്കേടല്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒന്നിനെ സംബന്ധിച്ച് വിവരമില്ല എന്നുള്ള സത്യമാണെങ്കിൽ പോലും അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പലതും വളരെ ബോധപൂർവമായിട്ടാണ്. അദ്ദേഹത്തിന്റെ പാശ്ചാത്യ ചിന്തകന്മാരെ എഴുതി കൊടുക്കുന്ന, വ്യവസായികൾ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പ്രസ്താവനകള് രാജ്യദ്രോഹപരമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതാണ്. അതെ, വളരെ നന്ദി ശ്രീ EN നന്ദകുമാർ പ്രതികരിച്ചതിന്. ജിഷ്ണുവിലേക്ക് പോവുകയാണ്. ജിഷ്ണു, എന്തായാലും രാഹുലിന്റെ ഇത്തരം നിലപാടുകളെ കടുത്ത വിമർശനത്തോടെ തന്നെയാണ് ഭാരത സമൂഹം നോക്കിക്കാണുന്നത്. രാഹുലിനെതിരെ പ്രതിഷേധവും ശക്തമാകുകയാണ്. ഇത്തരത്തിൽ തുടർച്ചയായി നടത്തുന്ന ഭാരത വിരുദ്ധ പ്രസ്താവനകൾ, രാജ്യവിരുദ്ധ പ്രസ്താവനകൾ, അത് രാജ്യദ്രോഹമായി തന്നെ കാണണം എന്നുള്ളതാണ് BJP നേതാക്കൾ ഉൾപ്പെടെ മുൻപോട്ട് വെച്ചിട്ടുള്ളത്. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ചൂണ്ടിക്കാട്ടിയത് ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. രാജ്യത്തെ നിയമവ്യവസ്ഥകൾ അറിയുന്ന, ഭാരതത്തിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ അറിവുകൾ ആളുടെ ഭാഗത്തു നിന്നാണ് രാജ്യത്തിനെതിരെ ഇത്തരത്തിൽ രാജ്യത്തെ വിഘടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അത് രാജ്യദ്രോഹം കുറ്റമായി കണ്ടുകൊണ്ട് കേസെടുക്കണമെന്നാണ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ആവശ്യപ്പെട്ടത്. ഒപ്പം മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ വ്യക്തമാക്കിയത് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾക്ക്, രാജ്യത്തെ അപമാനിക്കുന്ന പരാമർശങ്ങൾക്ക് തീർച്ചയായും രാജ്യത്തെ ജനങ്ങൾ മറുപടി നൽകും എന്നൊരു പ്രതികരണമാണ് അനുരാഗ് സിംഗ് ഠാക്കൂർ നൽകിയത്. അത്തരത്തിൽ വിവിധ തരത്തിൽ BJP നേതാക്കളുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, സിഖ് വംശജരുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനയിൽ ഇതിനോടകം സിഖ് സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള എതിർപ്പും രൂക്ഷമായ വിമർശനവും രാഹുലിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഈ സിഖ് സമൂഹത്തിന്, ആ ജനതയ്ക്ക് അവരുടെ തലപ്പാവും കൃപാണും അണിഞ്ഞുകൊണ്ട് ഗുരുദ്വാരയിൽ പോകുന്നതിന് വലിയ പോരാട്ടം ഇന്ന് ആവശ്യമാണെന്ന വെറും ബാലിശമായ അല്ലെങ്കിൽ യാതൊരു തരത്തിലും അടിസ്ഥാനമില്ലാത്ത വാക്കുകൾ രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിന് രൂക്ഷമായ വിമർശനം സിഖ് സമൂഹം തന്നെ ഉയർത്തിയിട്ടുണ്ട്. നേരത്തെ സിഖ് കൂട്ടക്കൊല നടത്തിയ കോൺഗ്രസിന്, ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് സിഖ് കൂട്ടക്കൊല നടത്തിയ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് ഇത്തരത്തിൽ സിഖ് സമൂഹത്തിന്റെ വേദനകളെ കുറിച്ച് പറയുന്നത്. ഇന്ന് അത്തരത്തിൽ യാതൊരു പീഡനവും സിഖ് സമൂഹം നേരിടുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായി അവരുടെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രത്യേക പരാമർശവുമായി ബന്ധപ്പെട്ട് BJP നേതാക്കൾ നിയമ നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വിദേശ മണ്ണിൽ നിന്നുകൊണ്ട് തുടർച്ചയായി
ഭാരതത്തെ അപകീർത്തിപ്പെടുത്തുന്ന, രാജ്യത്തെ ഇകഴ്ത്തി കാണിക്കുന്ന, രാജ്യത്ത് ജാതിയുടെയും മതത്തിന്റെയും പ്രദേശത്തിന്റെയും പേരിൽ വിഘടനവാദികൾ എങ്ങനെയാണോ ഭാരതത്തിനകത്ത് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന വിഘടനവാദികൾ മുദ്രാവാക്യം വിളിക്കുന്നത്, അവരുടെ ആശയ പ്രചരണം നടത്തുന്നത്, സമാനമായ ആശയവും വാക്കുകളുമാണ് വിദേശ മണ്ണിൽ നിന്നുകൊണ്ട് ഭാരതത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് എന്ന രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് ഇത്ര അധികം രൂക്ഷമായ വിമർശനം ഏൽക്കേണ്ടി വരുന്നത്. ജിഷ്ണു, അതുമാത്രമല്ല, നമുക്കറിയാം ആദ്യം രാഹുൽ അമേരിക്കയിലെ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കവേ അതൊരു അനൗപചാരിക കൂടിക്കാഴ്ച എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോഴാണ് അദ്ദേഹം ഭാരതത്തെ ഇകഴ്ത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയത്. അടുത്ത ദിവസമെങ്കിലും അത് തിരുത്തും എന്ന് കരുതി. പക്ഷേ ഔപചാരികമായ കൂടിക്കാഴ്ചകളും പിന്നീട് തുടർന്നുണ്ടാകുന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനകളുമൊക്കെ സമാന സ്വഭാവം വച്ചു പുലർത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ലോഹരി തുടർച്ചയായി അത്തരം പ്രസ്താവനകളും പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളുമാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് ഈ ഒരു അമേരിക്കൻ സന്ദർശനത്തിൽ മാത്രമല്ല, മുൻപ് എപ്പോഴെല്ലാം വിദേശ വേദികളിൽ രാഹുൽ സംസാരിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം തന്നെ സ്വന്തം രാജ്യത്തെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് മറ്റുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്ന് പുറത്തു പോകുന്നവരെല്ലാം നമ്മുടെ രാജ്യത്തെ അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുകയും സ്വന്തം രാജ്യത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുകയും ചെയ്യുമ്പോൾ രാഹുൽ എപ്പോഴെല്ലാം വിദേശ വേദികളിൽ പങ്കെടുത്ത് സംസാരിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം സ്വന്തം രാജ്യത്തെ, ഭാരതത്തെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് താഴ്ത്തിക്കെട്ടിക്കൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത്. 2023 കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ സംസാരിക്കുമ്പോഴാണ് ഭാരതത്തിൽ ജനാധിപത്യം പൂർണ്ണമായും തകർന്നു എന്ന വിവാദ പ്രസ്താവന രാഹുൽ നടത്തിയത്. കഴിഞ്ഞ ദിവസം ടെക്സസ് യൂണിവേഴ്സിറ്റിയിലാണ് രാജ്യത്തിന്റെ ഉൽപാദന രംഗത്ത് ഭാരതം വലിയ പരാജയമാണ്, പക്ഷേ ചൈന വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്ന പ്രതികരണം, ഈ ഒരു കാലത്തെ കണക്കുകളോ വ്യക്തമായ വസ്തുതകളോ പരിശോധിക്കാതെ, അല്ലെങ്കിൽ പരിശോധിച്ചിട്ടും ആ കണക്കുകൾ മുൻപിലുണ്ടായിട്ടും അടിസ്ഥാനരഹിതമായ പ്രതികരണം രാഹുൽ നടത്തിയത്. മുൻപ് 2014 മുൻപ് വിവിധ മേഖലകളിൽ ഇറക്കുമതിയെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന രാജ്യമായിരുന്നു ഭാരതമെങ്കിൽ ഇന്ന് ഈ ഒരു യുഗത്തിൽ, ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ പ്രതിരോധ മേഖലയിൽ പോലും സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് പ്രതിരോധ മേഖലയിൽ പോലും ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ഇറക്കുമതിക്ക് പകരം കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്ത രാജ്യമായി ഭാരതം മാറുമ്പോഴാണ് ഭാരതത്തിന്റെ ഉൽപാദന ശേഷി ആ നയം പരാജയമാണ് എന്ന വസ്തുതാരഹിതമായ ഒരു പ്രതികരണം രാഹുലിന്റെ ഭാഗത്തുണ്ടായത്. കൂടാതെ രാജ്യത്ത് സാമ്പത്തിക വളർച്ചാ നിരക്കുമായി ബന്ധപ്പെട്ടും അടിസ്ഥാനരഹിതമായിട്ടുള്ള പ്രതികരണം നടത്തി രാജ്യത്തെ അപമാനിക്കുന്ന, ഭാരതത്തെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടും ചൈനയെ പ്രശംസിച്ചുകൊണ്ടും ഇപ്പോൾ വിഘടനവാദ ശക്തികൾക്കൊപ്പം കൂടിക്കാഴ്ച നടത്തിയും രാഹുൽ വ്യക്തമാക്കുന്നത് BJP ഉൾപ്പെടെ ആരോപിക്കുന്നത് പോലെ രാഹുലിന്റെ പല പ്രവർത്തനങ്ങൾക്ക് പിറകിലും വലിയ ഗൂഢാലോചനകളുണ്ട്. അത് തെറ്റായ വിവരങ്ങൾ എന്ന് നമുക്ക് പറയുമ്പോഴും രാഹുലിന്റെ മുൻപിൽ രാഹുൽ പ്രതിപക്ഷ നേതാവാണ്. ഈ കണക്കുകളും ഈ വസ്തുതകളും ഡാറ്റകളും പൊതുസമൂഹത്തിന് പോലും ലഭ്യമാകുന്ന ഡാറ്റകളാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് സംബന്ധിച്ചും ഉൽപാദനക്ഷമത സംബന്ധിച്ചുമുള്ള കണക്കുകൾ. പക്ഷെ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് സ്വാഭാവികമായ വളരെ കൃത്യമായ ഗൂഢാലോചന, രാജ്യത്തിനെതിരെയുള്ള ഗൂഢാലോചന രാഹുലിന്റെ വാക്കുകളിലും രാഹുലിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ള വലിയ വിമർശനം ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട്. ശരി ജിഷ്ണു, രാഷ്ട്രവിരുദ്ധ നിലപാട് തുടർന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ കശ്മീർ പാകിസ്ഥാന് വിട്ടു നൽകണമെന്ന് വാദിക്കുന്ന അമേരിക്കൻ രാഷ്ട്രീയ നേതാവ് ഇൽഹാൻ ഒമറുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളുമായി രാഹുൽ ഒന്നിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.